പള്ളിയിലെ കുരിശുകൾ മുകളിലാണ്, മനുഷ്യൻ്റെ കുരിശുകൾ ഉള്ളിലാണ്. എരിയുന്ന വേദനയുമായി പള്ളിയിലെ കുരിശിനരികിൽ വരുമ്പോൾ ശാന്തമായി കുറെ നേരം നൊമ്പരങ്ങൾ മറന്ന് ആ കുരിശിലേക്ക് നോക്കിയിരിക്കാം. മുൾമുടിയും രക്തമൊഴുകുന്ന മേനിയും കയ്യിലും കാലിലുമുള്ള ആണിപ്പഴുതുകളും ആണിയും കണ്ട് നമ്മുടെ വേദനകൾ നമ്മൾ അയവിറക്കി അവിടെ ഇരിക്കും. കുരിശു പേറിയവൻ 40 ദിവസം മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചിലവഴിച്ചതിൻ്റെ ഓർമ്മകളാണ് 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും. ഉള്ളിലെ കുരിശിലെ പുറകുവശവും മുൻവശവും സൈഡുകളും കാണാനായിട്ടുള്ള ദിനങ്ങളാണ് നോമ്പ്. അനുതപിക്കാനും പാപങ്ങൾ ഏറ്റുപറയുവാനുമുള്ള പ്രാർത്ഥനയുടെ ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. ഗാഗുൽത്താ മലയിലെ കുരിശ് രൂപം മനുഷ്യനെ വളരെയധികം ചിന്തിപ്പിക്കുന്നതും ധ്യാനിപ്പിക്കുന്നതും മനോഹരവുമാണ്. ആ കുരിശിലേക്ക് നടന്നെടുക്കുന്ന ഏവനെയും ഹൃദയത്തിൽ ഒരു സന്തോഷവും അതോടൊപ്പം അനുതാപവും നിറയ്ക്കുന്നതാണ്. കുരിശിൻ്റെ വഴി ചൊല്ലിയാണ് ഗാഗുൽത്താ മലയിലേക്ക് കയറി ചെന്ന് യേശുവിൻ്റെ തിരുക്കുരിശും യേശുവിൻ്റെ തിരുക്കല്ലറയും കാണുന്നത്. അൾത്താരയുടെ മുകളിൽ വച്ചിരിക്കുന്ന കുരിശ് ഗാഗുൽത്തായിലെ കുരിശിന് പ്രതീകമാണ്. അൾത്താര യേശുവിൻ്റെ കബറിടത്തിൻ്റെ പ്രതീകവും. പള്ളിമുകളിലെ കുരിശിലേക്ക് നമ്മുടെ ഉള്ളിലെ കുരിശുകൾ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കും. നോമ്പുകാലത്തിൻ്റെ പ്രാർത്ഥനകൾ നേരുന്നു. സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവമേ നന്ദി.